ഹലോ ഗൈസ്, എൻ്റെ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ തായ്ലൻഡ് പട്ടായയിലുള്ള ബിഗ് ബി ഫാമിലി അവിടുത്തെ കാഴ്ചകളാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇഷ്ടംപോലെ ബൈക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കാറും പാർക്കുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എത്താനായിട്ടുള്ള അതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇവിടെ എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ എല്ലാം വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഇവിടെ നമുക്ക് എൻട്രി ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ നമുക്കിവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബീസിൻ്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ഹണിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമ്മളോട് ഒരു ഗൈഡ് കാണും. അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെയുള്ള ബീസ് വന്നിട്ട് സ്റ്റിങ്ലെസ് ബീസാണ്. അപ്പോൾ നമുക്കിവിടെ കൊത്തുന്നുള്ളൊരു പേടി നമുക്കുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് നമുക്കിവിടെ ഏറ്റവും വേൾഡ് സ്മോളസ്റ്റ് ബീസിനെ നമുക്കിവിടെ കാണാം. And this is the world's smallest bee, the world's smallest size. ഇവിടെ ഈ ബീ ഫാമിൽ മൊത്തം 43 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതെല്ലാം സ്റ്റിങ്ലെസ് ബീസ് ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ വിവരിച്ച് തരുന്നതായിരിക്കും. അതിന് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ലേഡി ഇഷ്ടംപോലെ ബീസിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിലുള്ള ബീസിലെ ക്യൂൻ ബീനെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അദ്ദേഹം അവിടെ നിന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഉള്ളതിൽ ഏറ്റവും വലിയ സൈസുള്ള ഒരു ബീ ആണ് ഇതിലുള്ള ക്യൂൻ. അതിന് നമ്മൾ അടുത്ത് പോയത് ഈ നമ്മുടെ തേന് കളക്ട് ചെയ്യുന്ന ആ ഒരു മെഷീനും തേന് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങളും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിരുന്നു. അവിടുത്തെ മെഷീൻസും അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അതിന് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയത് നമ്മുടെ ബീ മ്യൂസിയത്തിലേക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഈ തായ്ലൻഡിലെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ഫ്ലവേഴ്സ് അതിൽ നിന്ന് ഏതൊക്കെ ഈ തേനീച്ചകൾ കളക്ട് ചെയ്യുന്നുള്ളൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല ഈ റൂം ഫുള്ളും ഈ തേനീച്ചയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു കട്ടൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ റൂം ഫുള്ളും അവർ മ്യൂസിയമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു തേനീച്ചയുടെ ആ ഒരു ലൈഫ് സർക്കിളിൻ്റെ ഒരു സിസ്റ്റമാണ്. അത് ചെറുതായിട്ടുള്ള നിന്നിട്ട് അത്രയും വലുതാവുന്ന രീതി. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ തേൻ കളക്ട് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് അവരൊരു ടോയ് രൂപത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ഈ തേൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഇത് വന്നിട്ട് നമ്മൾ തേൻ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റുകൾ നടത്താമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഇതിൻ്റെ സ്റ്റോറിലേക്കാണ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ തേൻ്റെ കുറേ കളക്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതൊക്കെ ടെസ്റ്റായിട്ട് അവർ തരും. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കുടിച്ച് നല്ല നോക്കി നമുക്ക് വാങ്ങിക്കാം. ഈ ചുമ ഉണ്ടെങ്കിലോ ഈ പനി സമയത്തൊക്കെ കുടിക്കേണ്ട തേന്, പിന്നെ അല്ലാത്ത നല്ല മധുരമുള്ള തേന്, പിന്നെ ലെമണിട്ട തേൻ, പിന്നെ അതുമാത്രമല്ല നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസ്, ലോഷൻസ്, സോപ്പ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു തേൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിച്ചത്. അത് വന്നിട്ട് ഇവിടുത്തെ 30 ബാത്താണ് ആയത്. അപ്പോൾ 2 ബോട്ടിൽ വാങ്ങിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബി ഫാമിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരാണെങ്കിൽ ഈ ബിഗ് ബി ഫാമും കൂടെ വിസിറ്റ് ചെയ്യുക. നല്ലൊരു ഇൻഫോർമേറ്റീവ് നല്ലൊരു കിടിലൻ ഒരു സ്പോട്ടും കൂടെ ആയിരിക്കും. നമുക്ക് തേനീച്ചയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.